വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. ഏതൊരു ഭാഷയും നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്നത് ആ ഭാഷയിലുള്ള സംഭാഷണങ്ങൾ കേട്ടിട്ടാണ്. ഇപ്പോൾ മലയാളത്തിലാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടാണ് നമ്മളും മലയാളം നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള സംഭാഷണങ്ങൾ ഒരുപാട് കേൾക്കുകയാണെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് സംസാരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു കോൺവെർസേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് നടക്കുന്ന കോൺവെർസേഷനാണ്. വിനോദിന്റെ ഫ്രണ്ടാണ് അരുൺ, അരുണിന്റെ ഫ്രണ്ടാണ് രാഹുൽ. അപ്പോൾ വിനോദിന്റെ ബർത്ത്ഡേക്ക് വിനോദ് രാഹുലിനെയും അരുണിനെയും ക്ഷണിക്കുകയാണ്. ഇവര് വിനോദിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നതിനിടയിലുള്ള കോൺവെർസേഷനും അതുപോലെ തന്നെ വീട്ടിലെത്തിയതിനു ശേഷം വിനോദിന്റെ അമ്മയായിട്ട് സംസാരിക്കുന്നതൊക്കെയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. വീഡിയോയുടെ അവസാനം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ളതും കൂടെ കൊടുക്കുന്നുണ്ട്, അതും കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ രാഹുൽ അരുണിനോട് ചോദിക്കുകയാണ്, അരുൺ നീ എവിടെ പോവാണ്? വേർ ആർ യു ഗോയിങ് അരുൺ? വേർ ആർ യു ഗോയിങ് അരുൺ? അരുൺ നീ എവിടെ പോവാണ്? ഇത് കേട്ട അരുൺ രാഹുലിനോട് പറയുകയാണ്, ഞാൻ വിനോദിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ്, നീ വരുന്നില്ലേ? ഐ എം ഗോയിങ് ടു വിനോദ്സ് ബർത്ത്ഡേ പാർട്ടി. ആൻഡ് യു കമ്മിങ്? ഐ എം ഗോയിങ് ടു വിനോദ്സ് ബർത്ത്ഡേ പാർട്ടി. ഞാൻ വിനോദിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് അല്ലെങ്കിൽ പിറന്നാൾ പാർട്ടിക്ക് പോവുകയാണ്. ആൻഡ് യു കമ്മിങ്? ആൻഡ് യു കമ്മിങ് എന്ന് വെച്ചാൽ നീ വരുന്നില്ലേ? ഇത് കേട്ട് രാഹുൽ പറയുകയാണ്, ഓ ഞാനത് മറന്നുപോയി. വെയിറ്റ് ചെയ്യൂ അരുൺ, ഒരുങ്ങാൻ അധികം സമയമെടുക്കില്ല. ഓ ഐ ഹാഡ് കംപ്ലീറ്റ്ലി ഫോർഗോട്ടൺ അബൌട്ട് ഇറ്റ്. പ്ലീസ് വെയിറ്റ് അരുൺ, ഇറ്റ് വോണ്ട് ടേക്ക് ലോങ് ടു ഗെറ്റ് റെഡി. ഓ ഐ ഹാഡ് കംപ്ലീറ്റ്ലി ഫോർഗോട്ടൺ അബൌട്ട് ഇറ്റ്. കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അല്ലെങ്കിൽ തീർത്തും. ഫൊഗോട്ടൺ എന്ന് വെച്ചാൽ മറന്നു അല്ലെങ്കിൽ മറന്നുപോയി. ഫൊഗറ്റിൻ്റെ V3 ആണ് ഫൊഗോട്ടൺ എന്ന് പറയുന്നത്. ഫൊഗറ്റ് എന്ന് വെച്ചാൽ മറക്കുക. ഫൊഗറ്റ്, ഫൊഗോട്ട്, ഫൊഗോട്ടൺ, മറന്നുപോയി. അബൌട്ട് ഇറ്റ്, അബൌട്ട് എന്ന് വെച്ചാൽ കുറിച്ച്. അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച്. ഐ ഹാഡ് കംപ്ലീറ്റ്ലി ഫോർഗോട്ടൺ അബൌട്ട് ഇറ്റ്. ഞാൻ അതിനെക്കുറിച്ച് പൂർണ്ണമായും മറന്നുപോയി അല്ലെങ്കിൽ ഞാൻ പാടെ മറന്നുപോയി. പ്ലീസ് വെയിറ്റ് അരുൺ. അരുൺ ദയവായി വെയിറ്റ് ചെയ്യൂ അല്ലെങ്കിൽ ദയവായി കാത്തിരിക്കൂ. ഇറ്റ് വോണ്ട് ടേക്ക് ലോങ് ടു ഗെറ്റ് റെഡി. ലോങ് എന്ന് പറഞ്ഞാൽ നീളമുള്ള എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കൂടുതൽ സമയം എന്നുള്ള അർത്ഥത്തിലാണ്. ഇറ്റ് വോണ്ട് ടേക്ക് ലോങ്, അതായത് കൂടുതൽ സമയമെടുക്കില്ല. ടു ഗെറ്റ് റെഡി. ടു ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ റെഡി ആവുക അല്ലെങ്കിൽ തയ്യാറാവുക. ഇറ്റ് വോണ്ട് ടേക്ക് ലോങ് ടു ഗെറ്റ് റെഡി. റെഡി ആവാൻ അല്ലെങ്കിൽ തയ്യാറാവാൻ കൂടുതൽ സമയമെടുക്കില്ല. ഇത് കേട്ട് അരുൺ പറയുകയാണ്, ഇപ്പം തന്നെ നമ്മൾ താമസിച്ചു, രാഹുൽ വേഗാവട്ടെ. വി ആർ ഓൾറെഡി ലേറ്റ്. രാഹുൽ ഹറി അപ്പ്. വി ആർ ഓൾറെഡി ലേറ്റ്. ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഇതിനകം തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ. വി ആർ ഓൾറെഡി ലേറ്റ്. നമ്മൾ ഇപ്പം തന്നെ ലേറ്റായി അല്ലെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ താമസിച്ചു. രാഹുൽ ഹറി അപ്പ്. ഹറി അപ്പ് എന്ന് പറഞ്ഞാൽ വേഗത്തിലാക്കുക അല്ലെങ്കിൽ വേഗാവട്ടെ. രാഹുൽ ഹറി അപ്പ്. രാഹുൽ വേഗാവട്ടെ. രാഹുൽ റെഡിയായി വന്നിട്ട് അരുണിനോട് പറയാണ്, അരുൺ ഞാൻ റെഡിയായി, നമുക്ക് പോകാം. ഐ എം റെഡി അരുൺ, ലെറ്റ്സ് ഗോ. ഐ എം റെഡി, ഞാൻ റെഡിയായി. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ എന്ന് വെച്ചാൽ നമുക്ക് പോകാം. ഇത് കേട്ട് അരുൺ ഓക്കെ പറയുകയാണ്. ഓക്കെ ശരി. പുറത്തിറങ്ങിയതിന് ശേഷം രാഹുൽ അരുണിനോട് ചോദിക്കുകയാണ്, അരുൺ വിനോദ് എവിടെയാണ് താമസിക്കുന്നത്? വേർ ഡസ് വിനോദ് ലിവ് അരുൺ? ലിവ് എന്ന് വെച്ചാൽ താമസിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്നൊക്കെയാണ് അർത്ഥം. വേർ ഡസ് വിനോദ് ലിവ് അരുൺ? അരുൺ വിനോദ് എവിടെയാണ് താമസിക്കുന്നത്? ഇതിന് മറുപടിയായിട്ട് അരുൺ രാഹുലിനോട് പറയുകയാണ്, അവൻ മഞ്ചേരിയിലാണ് താമസിക്കുന്നത്. ഹി ലിവ്സ് ഇൻ മഞ്ചേരി. ഹി ലിവ്സ് ഇൻ മഞ്ചേരി. അവൻ മഞ്ചേരിയിലാണ് താമസിക്കുന്നത്. വീണ്ടും രാഹുൽ അരുണിനോട് ചോദിക്കുകയാണ്, ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഹൗ ഫാർ ഈസ് ദാറ്റ് ഫ്രം ഹിയർ? ഫാർ എന്ന് വെച്ചാൽ ദൂരെ അല്ലെങ്കിൽ അകലെ എന്നൊക്കെയാണ് അർത്ഥം. ഹൗ ഫാർ എന്ന് പറഞ്ഞാൽ എത്ര ദൂരം. ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന്. ഹൗ ഫാർ ഈസ് ദാറ്റ് ഫ്രം ഹിയർ? അത് ഇവിടെ നിന്ന് എത്ര ദൂരെയാണ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്. ഇതിന് മറുപടിയായിട്ട് അരുൺ പറയുകയാണ്, 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ഇവിടെ നിന്ന് രണ്ടാമത്തെ ജംഗ്ഷനാണ്. അവിടെ നീ നേരത്തെ പോയിട്ടുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എ 10-minute walk. ഇറ്റ്സ് എ സെക്കൻഡ് ജംഗ്ഷൻ ഫ്രം ഹിയർ. യു ബിൻ ദെയർ ബിഫോർ. ഇറ്റ്സ് ജസ്റ്റ് എ 10-minute walk. വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക. ഇറ്റ്സ് ജസ്റ്റ് എ 10-minute walk. 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ഇറ്റ്സ് ദ സെക്കൻഡ് ജംഗ്ഷൻ ഫ്രം ഹിയർ. സെക്കൻഡ് ജംഗ്ഷൻ രണ്ടാമത്തെ ജംഗ്ഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ കവല. ഫ്രം ഹിയർ ഇവിടെ നിന്ന്. ഇറ്റ്സ് ദ സെക്കൻഡ് ജംഗ്ഷൻ ഫ്രം ഹിയർ. ഇവിടെ നിന്ന് രണ്ടാമത്തെ ജംഗ്ഷനാണ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് രണ്ടാമത്തെ കവലയാണ്. യു ബീൻ ദെയർ ബിഫോർ. യു ബീൻ ദെയർ എന്ന് വെച്ചാൽ നീ അവിടെ പോയിട്ടുണ്ട്. ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ്. യു ബീൻ ദെയർ ബിഫോർ. നീ മുമ്പ് അവിടെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ നീ നേരത്തെ അവിടെ പോയിട്ടുണ്ട്. ഇത് കേട്ട് രാഹുൽ അരുണിനോട് ചോദിക്കുകയാണ്, ഉണ്ടോ? ഞാനത് ഓർക്കുന്നില്ല. എപ്പോഴായിരുന്നു അത്? ഹാവ് ഐ? ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ്. വെൻ വാസ് ദാറ്റ്? ഹാവ് ഐ? ഉണ്ടോ? ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ്. റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക. ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ്. ഞാനത് ഓർക്കുന്നില്ല. വെൻ വാസ് ദാറ്റ്? അത് എപ്പോഴായിരുന്നു?
ഇതിന് മറുപടിയായിട്ട് അരുൺ പറയാണ്, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഫാത്തിമയുടെ വിവാഹത്തിന് അറ്റ് ദ ടൈം ഓഫ് ഫാത്തിമാസ് മാരേജ് സം വീക്സ് അഗോ. അറ്റ് ദ ടൈം എന്ന് വെച്ചാൽ ആ സമയത്ത്, അറ്റ് ദ ടൈം ഓഫ് ഫാത്തിമാസ് മാരേജ്, ഫാത്തിമയുടെ വിവാഹ സമയത്ത്, സം വീക്സ് അഗോ. സം വീക്സ് എന്ന് വെച്ചാൽ കുറച്ചാഴ്ചകൾ, അഗോ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നാണ് അർത്ഥം. സം വീക്സ് അഗോ എന്ന് പറഞ്ഞാൽ കുറച്ചാഴ്ചകൾക്ക് മുമ്പ്. അറ്റ് ദ ടൈം ഓഫ് ഫാത്തിമാസ് മാരേജ് സം വീക്സ് അഗോ, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഫാത്തിമയുടെ വിവാഹ സമയത്ത് അല്ലെങ്കിൽ ഫാത്തിമയുടെ വിവാഹത്തിന്. ഇത് കേട്ട് രാഹുൽ പറയുകയാണ്, അതെ ഞാനിപ്പോൾ ഓർക്കുന്നു. യെസ്, ഐ റിമെമ്പർ ഇറ്റ് നൗ. റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഓർക്കുക അല്ലെങ്കിൽ ഓർമ്മിക്കുക. നൗ ഇപ്പോൾ. യെസ്, അതെ, ഐ റിമെമ്പർ ഇറ്റ് നൗ. ഞാനിപ്പോൾ ഓർക്കുന്നു. അങ്ങനെ അവർ വിനോദിൻ്റെ വീട്ടിലെത്തി. ഇപ്പോൾ രാഹുൽ അരുണിനോട് പറയുകയാണ്, ഇതാ നമ്മൾ എത്തി, അകത്തേക്ക് പോകാം. ഹിയർ വി ആർ, ലെറ്റ്സ് ഗോ ഇൻ. ഹിയർ വി ആർ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കുറേ യാത്ര ചെയ്തൊരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് അപ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് ഹിയർ വി ആർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മലയാളത്തിൽ ഇതാ എന്നൊക്കെ പറയുന്ന പോലെ, ഇതാ നമ്മൾ എത്തി. ലെറ്റ്സ് ഗോ ഇൻ. ലെറ്റ്സ് ഗോ ഇൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പോകാം. അകത്തേക്ക് കയറുമ്പോൾ വിനോദിൻ്റെ അമ്മ രാഹുലിൻ്റെയും അരുണിൻ്റെയും അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, ഹലോ അരുൺ, ഗുഡ് ഈവനിങ്. രാഹുൽ, നീ വന്നതിൽ വളരെ സന്തോഷം. വിജയ് എവിടെ? ഹലോ അരുൺ, ഗുഡ് ഈവനിങ്. രാഹുൽ, ഇറ്റ് വാസ് സോ നൈസ് ഓഫ് യു ടു കം. ബട്ട് വെർ ഇസ് വിജയ്? ആദ്യം തന്നെ അരുണിനോട് ഗുഡ് ഈവനിങ് പറയുകയാണ്. ഹലോ അരുൺ, ഗുഡ് ഈവനിങ്. അതിൻ്റെ കൂടെ തന്നെ രാഹുലിനോട് പറയുന്നുണ്ട്, രാഹുൽ, ഇറ്റ് വാസ് സോ നൈസ് ഓഫ് യു ടു കം. ഇറ്റ് വാസ് സോ നൈസ് ഓഫ് യു ടു കം. അതായത് നീ വന്നതിൽ വളരെ സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം. വീണ്ടും ചോദിക്കുകയാണ്, ബട്ട് വെർ ഇസ് വിജയ്? പക്ഷെ വിജയ് എവിടെ? ഇതിന് മറുപടിയായിട്ട് അരുൺ പറയുകയാണ്, അവന് സുഖമില്ല ആൻറ്റി. അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, വിനോദ് എവിടെ? ഹീസ് നോട്ട് വെൽ ആൻറ്റി. വെർ ഇസ് വിനോദ്? ഹീസ് നോട്ട് വെൽ എന്ന് വെച്ചാൽ അവന് സുഖമില്ല. വെർ ഇസ് വിനോദ്? വിനോദ് എവിടെയാണ്? വിനോദ് വരുന്നത് കണ്ടിട്ട് വിനോദിൻ്റെ അമ്മ പറയുകയാണ്, അത് അവൻ വരുന്നു. ദേ ഹി കംസ്. ദേ ഹി കംസ്. അത് അവൻ വരുന്നു. വിനോദിനെ കണ്ടതും അരുൺ പറയുകയാണ്, ഹാപ്പി ബർത്ത്ഡേ. അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, വിനോദ്, ഇതാ ഒരു ബർത്ത്ഡേ പ്രസൻറ്റ്, അല്ലെങ്കിൽ ഒരു പിറന്നാൾ സമ്മാനം, ഒരു ക്രിക്കറ്റ് ബാറ്റ്. ഹാപ്പി ബർത്ത്ഡേ വിനോദ്, ഹിയർസ് എ ബർത്ത്ഡേ പ്രസൻറ്റ്, എ ക്രിക്കറ്റ് ബാറ്റ്. ഹാപ്പി ബർത്ത്ഡേ, പിറന്നാൾ ആശംസകൾ. വിനോദ്, ഹിയർസ് എ ബർത്ത്ഡേ പ്രസൻറ്റ്. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അല്ലെങ്കിൽ നടക്കുന്ന എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഉപഹാരം അല്ലെങ്കിൽ സമ്മാനം എന്നുള്ള അർത്ഥത്തിലാണ്. ഹിയർസ് എ ബർത്ത്ഡേ പ്രസൻറ്റ്. ഇതാ ഒരു പിറന്നാൾ സമ്മാനം, എ ക്രിക്കറ്റ് ബാറ്റ്, ഒരു ക്രിക്കറ്റ് ബാറ്റ്. സമ്മാനം കണ്ട് വിനോദ് അരുണിനോട് പറയുകയാണ്, ഓ ക്രിക്കറ്റ് ബാറ്റ്, അത് ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് ഇത് തന്നെയായിരുന്നു. താങ്ക് യു അരുൺ. അതിൻ്റെ കൂടെ രാഹുലിനോടും ചോദിക്കുന്നുണ്ട്, സുഖമാണോ രാഹുൽ? ഓ ക്രിക്കറ്റ് ബാറ്റ്, ഇറ്റ്സ് ദ വെരി തിങ് ഐ വാണ്ടഡ്. താങ്ക് യു സോ മച്ച് അരുൺ. ഹൗ ആർ യു രാഹുൽ? ഓ ക്രിക്കറ്റ് ബാറ്റ്. ഓ ഒരു ക്രിക്കറ്റ് ബാറ്റ്. ഇറ്റ്സ് ദ വെരി തിങ് ഐ വാണ്ടഡ്. വെരി തിങ് എന്ന് പറഞ്ഞാൽ കൃത്യമായി നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ വെരി തിങ് വെച്ച് പറയാം. വാണ്ട് എന്ന് പറഞ്ഞാൽ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹിക്കുക. ഇറ്റ്സ് ദ വെരി തിങ് ഐ വാണ്ടഡ്. ഞാൻ ആഗ്രഹിച്ചത് ഇത് തന്നെയായിരുന്നു, അല്ലെങ്കിൽ അത് ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുകയാണ്, ഹൗ ആർ യു രാഹുൽ? രാഹുൽ സുഖമാണോ? ഇതിനിടയിൽ വിനോദ് എങ്ങോട്ടോ പോവാണ്. ഇത് കണ്ടിട്ട് വിനോദിൻ്റെ അമ്മയുടെ അടുത്ത് അരുൺ ചോദിക്കുകയാണ്, ആൻറ്റി വിനോദ് എവിടെ പോകുന്നു? ആൻറ്റി, വെർ ഇസ് വിനോദ് ഗോയിങ്? ആൻറ്റി, വെർ ഇസ് വിനോദ് ഗോയിങ്? വിനോദ് എവിടെ പോകുന്നു? ഇതിന് മറുപടിയായിട്ട് വിനോദിൻ്റെ അമ്മ പറയുകയാണ്, നിങ്ങളുടെ സമ്മാനം അടുത്ത മുറിയിൽ കൊണ്ടുവയ്ക്കാൻ. അവൻ അവിടെ ഒരു മേശപ്പുറത്ത് സമ്മാനങ്ങളെല്ലാം വെച്ചിരിക്കുകയാണ്. ടു കീപ് യുവർ പ്രസൻസ് ഇൻ ദി അതർ റൂം. ഹി ഹാസ് കെപ്റ്റ് ഓൾ ദ പ്രസൻസ് ഓൺ എ ടേബിൾ ദെയർ. ടു കീപ് യുവർ പ്രസൻസ് ഇൻ ദി അതർ റൂം. കീപ്പ് എന്ന് പറഞ്ഞാൽ കൈവശം വയ്ക്കുക, സൂക്ഷിക്കുക, നിലനിർത്തുക, ഇതൊക്കെയാണ് അർത്ഥം. ടു കീപ് യുവർ പ്രസൻസ്. പ്രസൻറ്റ് സമ്മാനം. നിങ്ങളുടെ സമ്മാനങ്ങൾ വയ്ക്കാൻ അല്ലെങ്കിൽ സൂക്ഷിക്കാൻ. ഇൻ ദി അതർ റൂം, മറ്റേ റൂമിൽ അല്ലെങ്കിൽ അടുത്ത റൂമിൽ. ഹി ഹാസ് കെപ്റ്റ്. കെപ്റ്റ് എന്ന് വെച്ചാൽ കീപ്പിൻ്റെ പാസ്റ്റാണ്. കെപ്റ്റ് സൂക്ഷിച്ചു. ഹി ഹാസ് കെപ്റ്റ്, അവൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഓൾ ദ പ്രസൻസ്, എല്ലാ സമ്മാനങ്ങളും. ഓൺ എ ടേബിൾ, ഒരു ടേബിളിൽ. ദർ, അവിടെ. ഹി ഹാസ് കെപ്റ്റ് ഓൾ ദ പ്രസൻസ് ഓൺ എ ടേബിൾ ദർ. അവൻ അവിടെ ഒരു മേശപ്പുറത്ത് എല്ലാ സമ്മാനങ്ങളും സൂക്ഷിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ അവിടെ ഒരു മേശപ്പുറത്ത് സമ്മാനങ്ങളെല്ലാം വെച്ചിരിക്കുകയാണ്. ഇത് കേട്ട് അരുൺ രാഹുലിൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, മറ്റുള്ള സമ്മാനങ്ങൾ എന്നെ കാണിക്കുമോ? വോണ്ട് യു ഷോ മീ ദി അതർ പ്രസൻസ്? വോണ്ട് യു എന്ന് പറഞ്ഞാൽ ചെയ്യില്ലേ. ഷോ കാണിക്കുക അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുക. വോണ്ട് യു ഷോ മീ, എന്നെ കാണിക്കില്ലേ. ദി അതർ പ്രസൻസ്, മറ്റുള്ള സമ്മാനങ്ങൾ. വോണ്ട് യു ഷോ മീ ദി അതർ പ്രസൻസ്, മറ്റുള്ള സമ്മാനങ്ങൾ എന്നെ കാണിക്കില്ലേ, അല്ലെങ്കിൽ മറ്റുള്ള സമ്മാനങ്ങൾ എന്നെ കാണിക്കുമോ? ഇത് കേട്ട് വിനോദിൻ്റെ അമ്മ പറയുകയാണ്, പിന്നെന്താ,
എൻ്റെ കൂടെ വരൂ. വരൂ രാഹുൽ. വൈ നോട്ട്? കം വിത്ത് മീ. പ്ലീസ് കം രാഹുൽ. വൈ നോട്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടില്ല. ഇപ്പം നമ്മൾ മലയാളത്തിലാണെങ്കിൽ പിന്നെന്താ ഇങ്ങനെ പറയില്ലേ, അതുപോലെ. കം വിത്ത് മീ, കം വരിക. കം വിത്ത് മീ, എൻ്റെ കൂടെ വരൂ. പ്ലീസ് കം രാഹുൽ. രാഹുൽ ദയവായി വരൂ. അങ്ങനെ അവർ സമ്മാനങ്ങൾ വെച്ച മുറിയിലെത്തി. ഇപ്പോൾ രാഹുൽ ഒരു സമ്മാനം കണ്ടിട്ട് വിനോദിൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, അതെന്താണ്? വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ്? ഇതിന് മറുപടിയായിട്ട് വിനോദിൻ്റെ അമ്മ പറയുകയാണ്, അതൊരു നൃത്തം ചെയ്യുന്ന പാവയാണ്. ഇറ്റ്സ് എ ഡാൻസിങ് പപ്പിറ്റ്. പപ്പിറ്റ് എന്ന് വെച്ചാൽ പാവ അല്ലെങ്കിൽ യന്ത്രപ്പാവ, മരപ്പാവ, ഇതൊക്കെയാണ് അർത്ഥം. ഇറ്റ്സ് എ ഡാൻസിങ് പപ്പിറ്റ്. അതൊരു ഡാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്ന പാവയാണ്. ഇത് കേട്ട് അരുൺ പറയുകയാണ്, എന്തൊരു ഭംഗി. അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുകയാണ്, ആ കൂട്ടിലുള്ളത് ജീവനുള്ള പ്രാവാണോ? ഹൗ പ്രിട്ടി. ആൻഡ് ഈസ് ദാറ്റ് എ ലൈവ് ഡോഗ് ഇൻ ദാറ്റ് കേജ്? ഹൗ പ്രിട്ടി. പ്രിട്ടി എന്ന് വെച്ചാൽ മനോഹരമായ, ചന്തമുള്ള, ആകർഷകമായ, ഇതൊക്കെയാണ് അർത്ഥം. ഹൗ പ്രിട്ടി എന്ന് പറഞ്ഞാൽ എന്ത് മനോഹരം അല്ലെങ്കിൽ എന്തൊരു ഭംഗി. ആൻഡ് ഈസ് ദാറ്റ് എ ലൈവ് ഡവ് ഇൻ ദാറ്റ് കേജ്? ലൈവ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള, ഡവ് പ്രാവ് അല്ലെങ്കിൽ മാടപ്രാവ്. കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടവറ അല്ലെങ്കിൽ പക്ഷി മൃഗാദികളെ അടയ്ക്കുന്ന കൂട്, ഇതൊക്കെയാണ് അർത്ഥം. ഈസ് ദാറ്റ് എ ലൈവ് ഡവ്. അതൊരു ജീവനുള്ള പ്രാവാണോ? ഇൻ ദാറ്റ് കേജ്, ആ കൂട്ടിൽ. ആൻഡ് ഈസ് ദാറ്റ് എ ലൈവ് ഡവ് ഇൻ ദാറ്റ് കേജ്. ആ കൂട്ടിലുള്ളത് ജീവനുള്ള പ്രാവാണോ? ഇതിന് മറുപടിയായിട്ട് വിനോദിൻ്റെ അമ്മ പറയുകയാണ്, അല്ല, അതൊരു യന്ത്രപ്പാവയാണ്. അതിന് കീ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് തിരിക്കുകയാണെങ്കിൽ അത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പാടും. നോ, ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ ടോയ്. ഇഫ് യു വൈൻഡ് ഇറ്റ്, ഇറ്റ് സിങ്സ് ഹാപ്പി ബർത്ത്ഡേ ടു യു. നോ, അല്ല, ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ ടോയ്. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ യന്ത്രനിർമ്മിതമായ അല്ലെങ്കിൽ യന്ത്രം ഉപയോഗിച്ചുള്ള. മെക്കാനിക്കൽ ടോയ് എന്ന് പറഞ്ഞാൽ യന്ത്രപ്പാവ. ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ ടോയ്. അതൊരു യന്ത്രപ്പാവയാണ്. ഇഫ് യു വൈൻഡ് ഇറ്റ്, വൈൻഡ് എന്ന് പറഞ്ഞാൽ തിരിക്കുക അല്ലെങ്കിൽ ചുറ്റുക എന്നൊക്കെയാണ് അർത്ഥം. ഇഫ് യു വൈൻഡ് ഇറ്റ്, നിങ്ങളത് തിരിക്കുകയാണെങ്കിൽ, ഇറ്റ് സിങ്സ് ഹാപ്പി ബർത്ത്ഡേ ടു യു. സിങ് എന്ന് പറഞ്ഞാൽ പാടുക. ഇറ്റ് സിങ്സ് ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പാടും. ഇത് കേട്ട് രാഹുൽ പറയുകയാണ്, എന്തൊരു അത്ഭുതം. ഹൗ വണ്ടർഫുൾ. ഹൗ വണ്ടർഫുൾ. വണ്ടർഫുൾ എന്ന് വെച്ചാൽ അത്ഭുതകരമായ അല്ലെങ്കിൽ ആശ്ചര്യകരമായ, വിസ്മയജനകമായ, ഇതൊക്കെയാണ് അർത്ഥം. ഇതിനിടയിൽ വിനോദിൻ്റെ അമ്മ പറയുകയാണ്, അരുൺ വരൂ, അതിഥികളെല്ലാം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആഘോഷം തുടങ്ങാം. കം ഓൺ അരുൺ, ഓൾ ദ ഗെസ്റ്റ്സ് ഹാവ് കം. വി ക്യാൻ നൗ സ്റ്റാർട്ട് ദ സെലിബ്രേഷൻ. കം ഓൺ അരുൺ, വരൂ അരുൺ, ഓൾ ദ ഗെസ്റ്റ്സ് ഹാവ് കം. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിഥി. കം വരിക. ഓൾ ദ ഗെസ്റ്റ്സ് എല്ലാ അതിഥികളും, ഹാവ് കം വന്നിട്ടുണ്ട്. ഓൾ ദ ഗെസ്റ്റ്സ് ഹാവ് കം എല്ലാ അതിഥികളും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാ അതിഥികളും എത്തിയിട്ടുണ്ട്. വി ക്യാൻ നൗ സ്റ്റാർട്ട് ദ സെലിബ്രേഷൻ. നൗ ഇപ്പോൾ, സ്റ്റാർട്ട് തുടങ്ങുക, സെലിബ്രേഷൻ ആഘോഷം. വി ക്യാൻ നൗ സ്റ്റാർട്ട് ദ സെലിബ്രേഷൻ. നമുക്കിപ്പോൾ ആഘോഷം തുടങ്ങാം. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ വിനോദിൻ്റെ അമ്മ വിനോദിനോട് പറയുകയാണ്, വിനോദ് മെഴുകുതിരികൾ കെടുത്തു, എന്നിട്ട് കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കൂ. വിനോദ് ബ്ലോ ദ കാൻഡിൽസ്, ദെൻ കട്ട് ദ കേക്ക് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ പീസസ് ടു ഓൾ. വിനോദ് ബ്ലോ ഔട്ട് ദ കാൻഡിൽസ്. ബ്ലോ ഔട്ട് എന്ന് പറഞ്ഞാൽ കെടുത്തുക എന്നാണ് അർത്ഥം. കാൻഡിൽ മെഴുകുതിരി. ബ്ലോ ഔട്ട് ദ കാൻഡിൽസ് മെഴുകുതിരികൾ കെടുത്തു. ദെൻ കട്ട് ദ കേക്ക്, കട്ട് മുറിക്കുക. ദെൻ കട്ട് ദ കേക്ക് കേക്ക് മുറിക്കുക. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ പീസസ് ടു ഓൾ. ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുക, പങ്കിട്ട് കൊടുക്കുക അല്ലെങ്കിൽ വീതിച്ചു കൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഡിസ്ട്രിബ്യൂട്ട് ദ പീസസ് ടു ഓൾ. പീസസ് കഷ്ണങ്ങൾ, കഷ്ണങ്ങൾ എല്ലാവർക്കും കൊടുക്കൂ. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ വിനോദിൻ്റെ അമ്മ അരുണിനോട് പറയുകയാണ്, അരുൺ ഈ മേശയ്ക്കരികിലിരുന്ന് മധുര പലഹാരങ്ങൾ എടുത്ത് കഴിക്കൂ. അരുൺ സിറ്റ് അറ്റ് ദിസ് ടേബിൾ ആൻഡ് ഹാവ് ദീസ് സ്വീറ്റ്സ്. സിറ്റ് അറ്റ് ദിസ് ടേബിൾ, ഈ ടേബിളിൽ ഇരിക്കൂ. ആൻഡ് ഹാവ് ദീസ് സ്വീറ്റ്സ്. ഹാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ കഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ മിഠായി അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ. ആൻഡ് ഹാവ് ദീസ് സ്വീറ്റ്സ്, ഈ മധുര പലഹാരങ്ങൾ കഴിക്കൂ. കഴിച്ചിട്ട് അരുൺ പറയുകയാണ്, ഈ ജിലേബി നന്നായിരിക്കുന്നു, എനിക്ക് ജിലേബി വളരെ ഇഷ്ടമാണ്. ദിസ് ജിലേബി ഈസ് സോ ടേസ്റ്റി. ഐ ലൈക്ക് ജിലേബി വെരി മച്ച്. ദിസ് ജിലേബി ഈസ് സോ ടേസ്റ്റി. ടേസ്റ്റി എന്ന് പറഞ്ഞാൽ സ്വാദുള്ള അല്ലെങ്കിൽ രുചിയുള്ള. ദിസ് ജിലേബി ഈസ് സോ ടേസ്റ്റി. ഈ ജിലേബി വളരെ രുചികരമാണ്. ഐ ലൈക്ക് ജിലേബി വെരി മച്ച്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക. ഐ ലൈക്ക് ജിലേബി വെരി മച്ച്. എനിക്ക് ജിലേബി വളരെ ഇഷ്ടമാണ്. വിനോദിൻ്റെ അമ്മ രാഹുലിനോട് പറയുകയാണ്, രാഹുൽ അല്പം എന്തെങ്കിലും കഴിക്കൂ. രാഹുൽ പ്ലീസ് ഹാവ് സം റിഫ്രഷ്മെൻറ്റ്സ്. റിഫ്രഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലഘുഭക്ഷണം അല്ലെങ്കിൽ അല്പഭക്ഷണം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെയും ഹാവ് യൂസ് ചെയ്തിട്ടുള്ളത് കഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. പ്ലീസ് ഹാവ് സം റിഫ്രഷ്മെൻറ്റ്സ്. ദയവായി കുറച്ച് ലഘുഭക്ഷണങ്ങൾ കഴിക്കൂ.
രാഹുൽ ഒരു കട്ട്ലറ്റ് എടുത്ത് കഴിച്ചുകൊണ്ട് വിനോദിൻ്റെ അമ്മയോട് പറയുകയാണ്, നന്ദി ആൻറ്റി, ഈ കട്ട്ലറ്റ്സിനും നല്ല രുചിയുണ്ട്. താങ്ക് യു ആൻറ്റി, ദീസ് കട്ട്ലറ്റ്സ് ആർ ഓൾസോ വെരി ടേസ്റ്റി. താങ്ക് യു ആൻറ്റി. ആൻറ്റി നന്ദി. ദീസ് കട്ട്ലറ്റ്സ് ആർ ഓൾസോ വെരി ടേസ്റ്റി. ഈ കട്ട്ലറ്റ്സിനും നല്ല രുചിയുണ്ട്, അല്ലെങ്കിൽ ഈ കട്ട്ലറ്റുകളും രുചികരമാണ്. ഇത് കേട്ട് വിനോദിൻ്റെ അമ്മ പറയുകയാണ്, കുറച്ചുകൂടി കഴിക്കൂ. പ്ലീസ് ഹാവ് സം മോർ. പ്ലീസ് ഹാവ് സം മോർ. ഇവിടെയും ഹാവിൻ്റെ അർത്ഥം കഴിക്കുക എന്ന് തന്നെയാണ്. സം മോർ എന്ന് വെച്ചാൽ കുറച്ചുകൂടി. പ്ലീസ് ഹാവ് സം മോർ. ദയവായി കുറച്ചുകൂടി കഴിക്കൂ. ഇത് കേട്ട് രാഹുൽ പറയുകയാണ്, വേണ്ട നന്ദി, ഇനി ഞങ്ങൾ പോകട്ടെ. നോ താങ്ക് യു, വി ഷുഡ് ബി ലീവിങ് നൗ. നോ താങ്ക് യു, വേണ്ട നന്ദി, വി ഷുഡ് ബി ലീവിങ് നൗ. ലീവ് എന്ന് വെച്ചാൽ ഇവിടെ പോവുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വി ഷുഡ് ബി ലീവിങ് നൗ. അങ്ങനെ രാഹുലിനെയും അരുണിനെയും വിനോദും അമ്മയും കൂടെ യാത്രയാക്കുകയാണ്. വന്നതിന് നന്ദി അരുൺ. ഗുഡ് ബൈ രാഹുൽ. താങ്ക് യു ഫോർ കമ്മിങ് അരുൺ. ഗുഡ് ബൈ രാഹുൽ. താങ്ക് യു ഫോർ കമ്മിങ് എന്ന് പറഞ്ഞാൽ വന്നതിന് നന്ദി. താങ്ക് യു ഫോർ കമ്മിങ് അരുൺ. അരുൺ വന്നതിന് നന്ദി. ഗുഡ് ബൈ രാഹുൽ. രാഹുൽ ഗുഡ് ബൈ. അരുണും രാഹുലും വിനോദിനോടും അമ്മയോടും ഗുഡ് ബൈ പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. ഗുഡ് ബൈ. ഇനി നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ആദ്യം രാഹുലും അരുണും തമ്മിലുള്ള കോൺവെർസേഷൻ നോക്കാം. രാഹുൽ പറയുന്നത് ഞാൻ പറയാം, അരുൺ പറയുന്നത് നിങ്ങൾ പറയുക. അത് പറയാനായിട്ടുള്ള കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട്. പറയുന്ന സമയത്ത് ഒച്ചത്തിൽ തന്നെ പറയുക. അപ്പം നമുക്ക് തുടങ്ങാം. വെർ ആർ യു ഗോയിങ് അരുൺ? ഓ, ഐ ഹാഡ് കംപ്ലീറ്റ്ലി ഫോർഗോട്ടൺ അബൌട്ട് ഇറ്റ്. പ്ലീസ് വെയിറ്റ് അരുൺ, ഇറ്റ് വോണ്ട് ടേക്ക് ലോങ് ടു ഗെറ്റ് റെഡി. ഐ എം റെഡി അരുൺ, ലെറ്റ്സ് ഗോ. Where does Vinod live, Arun? How far is that from here? Have I? I don't remember it. When was that? Yes, I remember it now. ഇനി വിനോദിൻ്റെ അമ്മ പറയുന്നത് ഞാൻ പറയും, അരുൺ പറയുന്നത് നിങ്ങൾ പറയാം. ഹലോ അരുൺ, ഗുഡ് ഈവനിങ് രാഹുൽ. ഇറ്റ് വാസ് സോ നൈസ് ഓഫ് യു ടു കം. ബട്ട് വെർ ഇസ് വിജയ്? ദേ ഹി കംസ്. ഇവിടെ അരുൺ പറയുന്നത് ഞാൻ പറയും, വിനോദ് പറയുന്നത് നിങ്ങൾ പറയാം. ഹാപ്പി ബർത്ത്ഡേ വിനോദ്, ഹിയർസ് എ ബർത്ത്ഡേ പ്രസന്റ്, എ ക്രിക്കറ്റ് ബാറ്റ്. ഇനിയുള്ളത് അരുണും രാഹുലും വിനോദിൻ്റെ അമ്മയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഇവിടെ വിനോദിൻ്റെ അമ്മ പറയുന്നത് ഞാൻ പറയും, അരുണും രാഹുലും പറയുന്നത് നിങ്ങൾ പറയുക. പറയുന്ന സമയത്ത് ഒച്ചത്തിൽ തന്നെ പറയുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. To keep your presents in the other room. He has kept all the presents on a table there. Why not? Come with me. Please come, Rahul. It's a dancing puppet. No, it is a mechanical toy. If you wind it, it sings happy birthday to you. Come on, Arun. All the guests have come. We can now start the celebration. Vinod, blow out the candles. Then cut the cake and distribute the pieces to all. Arun, sit at this table and have these seats. Rahul, please have some refreshments. Please have some more. താങ്ക് യു ഫോർ കമ്മിങ് അരുൺ. ഗുഡ് ബൈ രാഹുൽ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തിരിച്ചു പറയാൻ പോവുകയാണ്. അതായത് രാഹുൽ പറഞ്ഞതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്തവണ അരുൺ പറയുന്നതാണ് ഞാൻ പറയുന്നത്, രാഹുൽ പറയുന്നത് നിങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഐ എം ഗോയിങ് ടു വിനോദ്സ് ബർത്ത്ഡേ പാർട്ടി. ആൻഡ് യു കമ്മിങ്? We are already late. Rahul, hurry up. Okay. He lives in Manjeri. It's just a 10-minute walk. It's the second junction from here. You have been there before. At the time of Fatima's marriage some weeks ago. Here we are. Let's go in. ഇവിടെ വിനോദിൻ്റെ അമ്മ പറയുന്നത് നിങ്ങൾ പറയുക, അരുൺ പറയുന്നത് ഞാൻ പറയും. ഹീസ് നോട്ട് വെൽ ആൻറ്റി. വെർ ഇസ് വിനോദ്? വിനോദ് പറയുന്നത് ഞാൻ പറയും, അരുൺ പറയുന്നത് നിങ്ങൾ പറയാം. ഓ, ക്രിക്കറ്റ് ബാറ്റ്.
It's the very thing I wanted. Thank you so much, Arun. How are you, Rahul? ഇനി രാഹുലും അരുണും വിനോദിന്റെ അമ്മയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഇവിടെ രാഹുലും അരുണും പറയുന്നത് ഞാൻ പറയും, വിനോദിന്റെ അമ്മ പറയുന്നത് നിങ്ങൾ പറയാം. ആൻറ്റി, വേർ ഇസ് വിനോദ് ഗോയിങ്? Won't you show me the other presents? What is that? How pretty. And is there a live dove in that cage? How wonderful. This jalebi is so tasty. I like jalebi very much. Thank you, Auntie. These cutlets are also very tasty. No, thank you. We should be leaving now. Goodbye. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.